HSA നാച്ചുറൽ സയൻസിന് വേണ്ടിയുള്ള ഒക്ടോബർ മന്തിലെ സ്റ്റഡി പ്ലാനറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സെപ്റ്റംബറിലുള്ളത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് സെപ്റ്റംബറിൽ നമ്മൾ ആ സ്റ്റഡി പ്ലാനറിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണോ അത് നിങ്ങൾക്ക് ഒക്ടോബറിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരു 8 hour സ്റ്റഡി പ്ലാൻ ആണ്. ഇപ്പോൾ ബയോളജിക്ക് 2 മണിക്കൂർ, അതുപോലെ മെത്തഡോളജി 2, ഹിസ്റ്ററി 2, കറണ്ട് അഫെയർ ആൻഡ് GK 2, അങ്ങനെ 2 മണിക്കൂർ വെച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അല്ലേ, ഇതിപ്പം എന്താ പറയുക, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്യാനും എല്ലാത്തിനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമോ ഇപ്പം സെപ്റ്റംബറിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരു 2025-26 ആകുമ്പോഴേക്കാണ് നമ്മൾ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ തന്നെ നമുക്കിതിലേക്ക് ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ 2025 വാർഷിക കലണ്ടർ ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. PSCൻ്റെ ആ ഒരു രീതിയിലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വാർഷിക കലണ്ടർ ഇറക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ എപ്പോഴാണ് എക്സാം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ അത് വരുമ്പോഴേക്കും നമുക്ക് റിവിഷൻ മാത്രം വരുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നോക്കാം ബാക്കി. അപ്പോൾ നിങ്ങൾ പിന്നെ ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജിയിൽ ഞാൻ എടുക്കുന്നത് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, ഇക്കോസിസ്റ്റം. അപ്പോൾ അതിൽ 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായിട്ടുള്ള ഒന്നിച്ചു നിൽക്കാം, 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം നിർമ്മലമായ പ്രകൃതിക്കായി, അതുപോലെ 12th ജീവികളും ജീവിഗണവും. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ട്യൂസ്ഡേ ഉണ്ട്, 1ാം തീയതി കവർ ചെയ്യാം. അതുപോലെ 2ാം തീയതി ആവാസ വ്യവസ്ഥ, പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇത്രയും കാര്യങ്ങൾ 2ാം തീയതി കവർ ചെയ്യാം. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ 2 തീയതികളായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ബയോളജിയിൽ 3ാം തീയതി നമുക്ക് മോഡ്യൂൾ 4 ഇക്കോളജി വരുന്ന ഭാഗമുണ്ട്. മോഡ്യൂൾ 4 1ാമത്തത് ഇക്കോളജിയാണ്. അതിൽ പോപ്പുലേഷൻ ഇക്കോളജിയും കമ്മ്യൂണിറ്റി ഇക്കോളജിയും ഒരു ദിവസം പഠിക്കാം. 4ാം തീയതി വെള്ളിയാഴ്ച വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതോടെ ഏകദേശം ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭൂരിഭാഗം, പകുതിയോളം നമുക്ക് ആ ഒരു വീക്കിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മെത്തഡോളജി നമ്മൾ മൊഡ്യൂൾ 8, അതായത് അടുത്ത ടോപ്പിക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മൊഡ്യൂൾ അല്ല, അടുത്ത ടോപ്പിക് 8 കരിക്കുലം. അപ്പോൾ കരിക്കുലത്തിൻ്റെ ഡെഫിനിഷനും പ്രിൻസിപ്പിൾസും, മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ചസ്, അതുപോലെ കരിക്കുലം റീഫോംസിൽ NCF വരെ നമുക്കൊരു ദിവസം വേണ്ടി പഠിക്കാൻ പറ്റും. അതുപോലെ KCF അതുവരെയുള്ളത് റിവൈസ് ചെയ്ത് KCF 2ാമത്തെ ദിവസം, അതായത് ഒക്ടോബർ 2. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് ആണ്. അത് 2 റിസോഴ്സസ് ഓരോ ദിവസമായിട്ട് പഠിക്കുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ 3 ലബോറട്ടറി, അതുപോലെ ലൈബ്രറി, ഒക്ടോബർ 4 ക്ലബും മ്യൂസിയവും പഠിക്കുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. സെപ്റ്റംബറിൽ നമ്മൾ ഇതൊന്നും കവർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൂടെ തന്നെ സെപ്റ്റംബറിൽ നമ്മൾ പറഞ്ഞ ആ ടോപ്പിക്സും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു ദിവസം തൈക്കാടയ്യ, പൽപ്പും, കുമാരനാശാൻ, അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗി, ആറാട്ടുപുഴ, വേലായുധ പണിക്കരോളം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആ ഒരു വീക്ക് മുഴുവൻ 2023 കറണ്ട് അഫെയർസ് പഠിക്കാം. പിന്നെ 5, 6 തീയതികൾ, അതായത് സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യുക, വീക്ക്ലി റിവിഷൻ കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റും ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്തത് 7ാം തീയതിയാണ് വരുന്നത്. 7, 8, 9 തീയതികളിലാണ് ഈ ഒരു പ്ലാൻ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം 10 മുതൽ അങ്ങോട്ട് നമുക്കറിയാം വിജയദശമി, മഹാനവമി അവധിയൊക്കെ വരുന്നതാണ്. അപ്പോൾ 10, 11, 12, 13 തീയതികൾ അതിനായിട്ട് മാറ്റി വെക്കുക. 10 മുതൽ 13 വരെ നമ്മൾ പഠിക്കുന്നില്ല. അതുവരെ പഠിച്ചത് നമുക്ക് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. അപ്പോൾ 7ാം തീയതി, അതായത് തിങ്കളാഴ്ച, നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡ്യൂൾ 8 എൻവയോൺമെൻറ്റൽ ബയോളജിയാണ് പഠിക്കുന്നത്. അതിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്, അത് കുറച്ച് വലുതാണ്, അതൊരു ദിവസം പഠിക്കാനെടുക്കാം.
അതുപോലെ 8-ാം തീയതി നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റും. 9-ാം തീയതി അർബൻ പ്രോബ്ലംസും. ബാക്കിയുള്ളത് എൻവയോൺമെൻറ്റൽ എത്തിക്സും ഹ്യൂമൻ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്ത മെത്തഡോളജിയിൽ നമ്മൾ തിങ്കളാഴ്ച ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതുപോലെ വിഷ്വൽ എയ്ഡ്സ് പഠിക്കാനെടുക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസും പഠിക്കാം. അതുപോലെ അടുത്ത ചൊവ്വാഴ്ച റിസോഴ്സസും ടെക്സ്റ്റ് ബുക്സും, അതുപോലെ ബുധനാഴ്ച വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക് വരെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹിസ്റ്ററീൻ്റെ ഭാഗമായിട്ട് കെ കേളപ്പൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, ടി കെ മാധവൻ, അങ്ങനെ നമുക്ക് അറിയുന്ന നവോത്ഥാന നായകരെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തിങ്കളാഴ്ച മുതൽ നമ്മൾ ഈ ഒരു 3 ദിവസം 2024 ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ജനുവരി മാത്രം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും ആ ഒരു മന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് റിവൈസ് ചെയ്യാനൊക്കെ ഈ ഒരു 3 ദിവസം തന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10 മുതൽ 13 വരെ ആ ലീവാണ്. ആ സമയത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തതൊക്കെ കവർ ചെയ്യാം, റിവൈസ് ചെയ്യാം. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ അടുത്തത് വരുന്നത് 14-ാം തീയതി തിങ്കളാഴ്ച മുതലാണ്. 14-ാം തീയതി തിങ്കളാഴ്ച ബയോളജിയിലെ ടോപ്പിക് എടുക്കുന്നത് അനാട്ടമി. അത് നമ്മൾ 6th മുതലാണ് ഏകദേശം തുടങ്ങുന്നത്. 6th രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന പാഠം, അതുപോലെ 8th കോശജാലങ്ങൾ, അതുപോലെ +1 സപുഷ്പികളിലെ ആന്തരിക ഘടന. ഇത്രയാണ്. അതായത് എന്താണ് അനാട്ടമി ഇൻ ആൻജിയോസ്പേംസ്, ഇത്രയും നമ്മൾ പഠിക്കും. അതുപോലെ ചൊവ്വാഴ്ച നമ്മൾ അനാട്ടമി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യും. മോഡ്യൂൾ 6. ഓക്കെ, നമ്മുടെ HSS സിലബസിലെ മോഡ്യൂൾ 6 അതിൽ അനാട്ടമി, അത് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ഓർഗനൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ, അപ്പെക്സ് ഓർഗനൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ. പിന്നെ ബുധനാഴ്ച 16-ാം തീയതി ബാക്കിയുള്ളത് അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് വരെയുള്ള പാർട്ടുണ്ടല്ലോ, ആ സിലബസിലെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 17-ാം തീയതി ജന്തുക്കളിലെ ഘടനാവ്യവസ്ഥ, അത് നമുക്ക് +1 ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 18-ാം തീയതി നമ്മളത് മൊത്തത്തിൽ അനാട്ടമി കുറച്ച് ടഫായവരുണ്ടാവും, അപ്പോൾ അവർക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. കാരണം നമ്മളിവിടെ പ്ലാന്റും ആനിമൽ അനാട്ടമി ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ച് കംപ്ലീറ്റ് ആവാത്തവർക്ക് ആ ഒരു ദിവസം പഠിക്കാം. ഇനി അതേപോലെ മെത്തഡോളജി വരുന്നത് 14-ാം തീയതി, അതായത് തിങ്കളാഴ്ച അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അസസ്മെൻറ്റിൽ ഇവാലുവേഷൻ വരുന്ന പാർട്ട്, ഇവാലുവേഷൻ അതിന് ടൈപ്സ് ഉണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്, അതൊക്കെ മോഡേൺ ടെക്നിക്സ് ലൈക്ക് CCE ഗ്രേഡിങ്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച, അതായത് 15-ാം തീയതി ഇവാലുവേഷൻ്റെ മോഡേൺ ടെക്നിക്സ്, CCE ഗ്രേഡിങ്, പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊവ്വാഴ്ച. അതുപോലെ 16-ാം തീയതി ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് ഉണ്ട്, ടെസ്റ്റ് ഐറ്റംസ് പല ടൈപ്പ് ഉണ്ടല്ലോ, അത് ഓക്കെ. അതുപോലെ 17-ാം തീയതി ഇവാലുവേഷൻ ഓഫ് പ്രോജക്ട്സ്, സെമിനാർസ്, അതുപോലെ അസൈൻമെൻറ്റ്സ്, പിന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പഠിക്കാനെടുക്കാം. അതുപോലെ 18-ാം തീയതി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇത്ര വരെ. അപ്പോൾ അതിൻ്റെ കൂടെ ഹിസ്റ്ററി പാർട്ടായിട്ട് നമുക്ക് മറ്റ് നവോത്ഥാന നായകർ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് 14-ാം തീയതി കൃഷ്ണൻ, മിതവാദി കൃഷ്ണൻ, പിന്നെ കുറുമ്പൻ ദൈവത്താൻ 15-ാം തീയതി. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള ഏകദേശം ഒരു നമുക്ക് വേറെ ഏതെങ്കിലും നവോത്ഥാന നായകന്മാരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീക്കിൽ പഠിച്ചെടുക്കാം. ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്താലും മതി. ഓക്കെ, ഇത്രയാണ് വരുന്നത്. പിന്നെ 2024 ഫെബ്രുവരി മാർച്ച് മന്ത്സ്, ഈ 2 മാസങ്ങളാണ് നമ്മൾ ആ ഒരു വീക്കിൽ കവർ ചെയ്യുന്നത്, അതായത് 14 മുതൽ 18 വരെയുള്ള വീക്കിൽ. അത് കഴിഞ്ഞിട്ട് 19, 20 തീയതികൾ സാറ്റർഡേ സൺഡേ എപ്പോഴും ചെയ്യുന്ന പോലെ വീക്ക്ലി റിവിഷനും ഒരു മോക്ക് ടെസ്റ്റും. പിന്നെ വരുന്നത് 21-ാം തീയതി മൺഡേ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ബയോളജിയിൽ എടുത്തിരിക്കുന്നത്. അതിലെ 7th മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ള പാഠമുണ്ട്. 8th വീണ്ടെടുക്കാം വിളനിലങ്ങൾ, അതുപോലെ +2 ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൺഡേ പഠിക്കുന്ന രീതിയിൽ. ട്യൂസ്ഡേ, അതായത് 22-ാം തീയതി മോഡ്യൂൾ 6 ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അത്
ഒരു ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും മോഡ്യൂൾ 6. അതുപോലെ 23-ാം തീയതി വെനസ്ഡേ മോഡ്യൂൾ 8 ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ടിഷ്യൂ കൾച്ചർ വരെ പഠിക്കുമ്പോഴേക്കും നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി സർക്കുലേഷൻ. ഓക്കെ, അടുത്ത ടോപ്പിക് എടുക്കുകയാണ്. അതിൽ 7th പ്രാണവായുവും ജീവരക്തവും എന്നുള്ള പാഠവും 9th ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച 25-ാം തീയതി +1 ശരീരദ്രവങ്ങളും അവയുടെ പര്യനവും എന്ന് പറഞ്ഞിട്ട് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ദെയർ സർക്കുലേഷൻ, ഇങ്ങനൊരു പാഠം കൂടിയുണ്ട്, അതും കൂടി കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ മെത്തഡോളജി പാർട്ടായിട്ട് ടീച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് മെത്തഡോളജിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒക്ടോബറിൽ തന്നെ ശരിക്കും മെത്തഡോളജി കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ തിങ്കളാഴ്ച നമ്മൾ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ്, അതുപോലെ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ പഠിക്കാം. അതുപോലെ ചൊവ്വാഴ്ച 22-ന് ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ടീച്ചർ. അതുപോലെ 23-ന് എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽസ്, നമ്മൾ ഓരോ സ്കിൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് 24-ന് മൈക്രോ ടീച്ചിങ് ഒക്കെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കാം അല്ല. അതിൽ പല പല സ്കിൽസിന് വേണ്ടി എന്തൊക്കെ ഉണ്ട്, അത് ഏതൊക്കെ സ്കിൽസാണ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ 25-ാം തീയതി ആക്ഷൻ റിസർച്ച്. ഇത്രയും പഠിക്കുമ്പോഴേക്കും മെത്തഡോളജി കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ ഹിസ്റ്ററിയിൽ നമ്മൾ നവോത്ഥാന നായകരെന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് ഇവൻറ്റ്സ് ഇൻ കേരള ഹിസ്റ്ററി, പ്രധാനപ്പെട്ട സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും സമരങ്ങളും. അപ്പം അതിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഉദയംപേരൂർ സുനഹദോസും കൂനൻ കുരിശ് സത്യം അല്ലേ, സമരം, അതും വരും ഇപ്പോൾ ഒക്ടോബർ 21-ന്. അത് കഴിഞ്ഞ് അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപം 22-നേക്കും, പഴശ്ശി കുറിച്ച കലാപങ്ങൾ അത് 23-ാം തീയതി, വേലുത്തമ്പി ദളവ അതുപോലെ പാലിയത്തച്ഛനെ കുറിച്ചിട്ട് 24-ാം തീയതിയും, ചാന്നാർ ലഹള അത് 25-ാം തീയതിയും പഠിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കറണ്ട് അഫെയർ 2024 ഏപ്രിൽ മെയ് മാസങ്ങളാണ് ആ ഒരു വീക്കിൽ കവർ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഉള്ള പോലെ 26, 27 തീയതികൾ ശനി ഞായർ വീക്ക്ലി റിവിഷനും ഒരു മോക്ക് ടെസ്റ്റും. പിന്നെ 28-ാം തീയതി മൺഡേ ഈ സർക്കുലേഷൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്, ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൽ മോഡ്യൂൾ 2-ൽ സർക്കുലേഷൻ, അതിൽ ആൻറ്റി കൊയാഗുലൻസ് വരെ സിലബസിലെ ആൻറ്റി കൊയാഗുലൻസ് വരെയുള്ള ഭാഗം നമുക്ക് പഠിക്കാം. അതുപോലെ ചൊവ്വാഴ്ച 29-ാം തീയതി ആൻജിയോപ്ലാസ്റ്റി പഠിക്കാം. ബുധനാഴ്ച പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ +1 സംവഹനം സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു ചാപ്റ്ററാണ്, അതൊരു ദിവസം നമുക്ക് വേണ്ടി വരും. അത് കഴിഞ്ഞ് 31-ാം തീയതി ഫിസിയോളജി മോഡ്യൂൾ 7-ൽ ഫിസിയോളജിയിൽ വാട്ടർ സ്ട്രെസ് ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതും. അതുപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് നവംബർ 1 കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചയാണ് നവംബർ 1. അപ്പോൾ നവംബർ 1-ന് നമ്മളതിൽ മിനറൽ ന്യൂട്രീഷൻ അതും കൂടി പഠിക്കുന്നുണ്ട്. +1 ധാതു പോഷണം എന്ന് പറയുന്ന പാഠം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് പഠിക്കുന്നത്. അതേ വീക്കിൽ 22-ാം തീയതി മുതൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മുഴുവൻ സൈക്കോളജി മെത്തഡോളജി പാർട്ടിൻ്റെ റിവിഷനാണ്. അതായത് ആ ഒരു 2 മണിക്കൂറുണ്ടല്ലോ, ഈ 28-ാം തീയതി മുതൽ സൈക്കോളജിക്ക് ആ ഒരു 2 hours നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് വളരെ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സൈക്കോളജി അതുപോലെ മെത്തഡോളജി പാർട്ട് റിവൈസ് ചെയ്യാം, കാരണം ഇനി മുഴുവൻ അതിൻ്റെ റിവിഷനാണ്. ഇനി ഹിസ്റ്ററി പാർട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 28-ാം തീയതി മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം, ഇത് രണ്ടും അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ 29-ാം തീയതി മലയാളി മെമ്മോറിയൽ, വില്ലുവണ്ടി സമരം, ഈഴവ മെമ്മോറിയൽ. അതുപോലെ 30-ാം തീയതി നെടുമങ്ങാട് ചന്തലഹള, 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം, അതൊക്കെ. അതുപോലെ 31-ാം തീയതി തളി ക്ഷേത്ര സമരം, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം. 1-ാം തീയതി നവംബർ 1-ന് കൽപ്പാത്തി സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം വരെ. പിന്നെ ആ വീക്കിലെ കറണ്ട് അഫെയർസ് 2024 ജൂൺ ജൂലൈ മാസങ്ങളിലെ കറണ്ട് അഫെയർസ്. പിന്നെ നവംബർ 2-ഉം 3-ഉം സാറ്റർഡേ സൺഡേ ആണ്, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നു, വീക്ക്ലി റിവിഷൻ ചെയ്യുന്നു. ഇതാണ് ഒക്ടോബറിലെ സ്റ്റഡി പ്ലാനർ. അപ്പം ഇത് നിങ്ങൾക്കറിയാം 2 മണിക്കൂറാണ് കൊടുക്കുന്നത്, അത്രത്തോളം വേണ്ടി വരില്ല. ഇപ്പം സെപ്റ്റംബറിൽ പഠിച്ചു തുടങ്ങിയ ഒരാൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നിരിക്കും, അല്ലാത്തവർക്ക് മാത്രമേ ഇച്ചിരി എന്നാലും ഈ 2 മണിക്കൂറൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നന്നായിട്ട് റിവൈസ് ചെയ്യാനും ഡീപ്പായിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന്
അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒക്ടോബറിലെ സ്റ്റഡി പ്ലാൻ. താങ്ക്സ്.